ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ എണ്ണയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സ്വയം പരിഹരിച്ചോളൂ. എങ്ങനെയുണ്ട്? ഈ ഹെൻറി കിസിഞ്ചറുടെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്. പെട്ടുപോയത് ഇറാൻ മാത്രമല്ല. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് വിട്ടു ഒരു ദിവസം രാവിലെ ടെൻ്റ് എടുത്ത് തിരിച്ചു പോയാൽ പിന്നെ ഇറാൻ ആരോടാണ് യുദ്ധം ചെയ്യുക? ഇറാൻ്റെ പ്രശ്നം എന്താ? ഇറാൻ, ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ സ്വന്തം സുഹൃത്തായ ഇസ്രായേൽ ഒരു വശത്ത്, ഇപ്പുറത്ത് ശത്രുവായ ഇറാൻ. അവരിട്ടിട്ട് അമേരിക്ക പോയാൽ ഹെൻറി കിസിഞ്ചറുടെ പ്രശസ്തമായൊരു വാചകമുണ്ട്. നിങ്ങൾ അമേരിക്കയുടെ ശത്രുവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷേ നിങ്ങൾ അമേരിക്കയുടെ മിത്രമാണെങ്കിൽ നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം. ഇതാണ് കിസിഞ്ചറുടെ വാചകം. ലിറ്ററലി അതാണ് സംഭവിച്ചത്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളുടെ ഏത് സുഹൃത്തിനെ വിളിച്ചു വെച്ചോളൂ, നിങ്ങളുടെ ഏത് ബന്ധുവിനെ വിളിച്ചു വെച്ചോളൂ, അവിടെ അതിഭീകരമായ ക്രൈസിസിലേക്ക് സാധനങ്ങൾക്കെല്ലാം വളരെ വലിയ വില കൂടുതലും ജോലി നഷ്ടവും വർക്ക് ഫ്രം ഹോം കൂട്ടിക്കൊണ്ടിരിക്കുകയും പുതുതായി ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം കൊടുക്കാതിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്നോട് സുഹൃത്ത് പറയുന്നത് കപ്പൽ വഴി കടന്നു വരുന്ന എന്തും, എണ്ണ ഇങ്ങോട്ട് വരുന്നു അതിന് വില കൂടി, കപ്പൽ വഴി അവിടേക്ക് വരുന്ന എന്ത് സാധനത്തിന് ഇരട്ടി വിലയായിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കയുടെ അടുത്ത സുഹൃത്തുക്കളായുള്ള ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പെട്ടു. ഇസ്രായേലും ഇറാനും തമ്മിലോ ആ പ്രശ്നം തീർന്നില്ല. മാത്രമല്ല ഒരു വലിയ ഗ്രഡ്ജുമായി ഇറാൻ നിൽക്കുകയാണ്. ഇസ്രായേൽ എന്തിനാണ് യുദ്ധം തുടങ്ങിയത്? ഞാനീ പറയുന്ന പ്രമൈസസ് അമേരിക്ക പോവുകയാണെന്നുള്ളതാണ്. 2-3 ആഴ്ച കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോംബിട്ട് നശിപ്പിച്ച ശേഷം പോകും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. ഇറാൻ ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഇറാൻ ഒരു വലിയ അപകടം, ഞങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇറ്റ്സ് ഈവൻ മോർ. ഇറാൻ കുറച്ചുകൂടെ വലിയ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായി ഇസ്രായേലിന് മുമ്പിൽ നിൽക്കുകയാണ്. ആ പ്രശ്നം പരിഹരിച്ചില്ല. ഒന്ന്. രണ്ടാമത്തേത് ഹോർമൂസ് കടലിടുക്ക് വഴി യാതൊരു കുഴപ്പമില്ലാതെ സഞ്ചാരം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ ഹോർമൂസ് കടലിടുക്ക് ഇനി മുതൽ ഞങ്ങളുടെ സ്വന്തമായിരിക്കുമെന്നും ഞങ്ങളും ഒമാനും ചേർന്ന് തീരുമാനിക്കും. അതായത് ഈ കടലിടുക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ തമ്മിൽ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ആ വിഷയം ഒരു എന്താ പറയുക, അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിഷയമാക്കി മാറ്റി ഇറാൻ. അവരുടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കാൻ പോവുകയാണ്, ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ്. അപ്പം ചുമ്മാ മറ്റേ പിടിച്ചുപറിയല്ല, അതിന് നിയമമുണ്ട്. ഇനിയിപ്പോൾ സൂയിസ് കനാൽ അങ്ങനെയല്ലേ, ഈജിപ്തിനല്ലേ അതിൻ്റെ മുഴുവൻ അധികാരം നാഷണലൈസ് ചെയ്തു. അത് ഇതുപോലെ ഒരു ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കയ്യിൽ മുൻ ചരിത്രമുണ്ട്. പിന്നെ ഇവർ പ്രതീക്ഷിച്ച ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ആക്സിസ് ഓഫ് ഈവിൾ, അതിൽ ഹിസ്ബുള്ളയുണ്ട്, അതുപോലെ തന്നെ ഹൂത്തികളുണ്ട്, എല്ലാത്തിനും തീർക്കുമെന്ന് പറഞ്ഞു. ഒരുത്തിനും തീർത്തില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയാണ് ഹൂത്തികളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇറാൻ്റെ നേരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നവും തീർന്നില്ല. ഇനി അണുവായുധങ്ങളുടെ കാര്യമാണ്. 12 Day വാർ, കഴിഞ്ഞ വർഷം നടന്ന 12 Day വാറിൽ അവന്മാർ ഏതാണ്ട് തീർത്തു. ഏതാനും 2-3 വർഷം പുറകിലേക്ക് ഇറാൻ്റെ അണുവായുധം നിർമ്മിക്കാനുള്ള ശേഷി ഞങ്ങൾ നശിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഈ യുദ്ധം വരുമ്പോഴേക്കും ഇറാൻ തയ്യാറായിരുന്നു. എല്ലാവരും പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ സീക്രട്ടീവായ സ്ഥലത്തേക്ക് അവരുടെ എൻറിച്ച്ഡ് യുറേനിയം അവർ മാറ്റി. സോ അവരുടെ ശേഷി, അതായത് യുറേനിയം വെച്ച് ന്യൂക്ലിയർ ബോംബുകൾ, ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനുള്ള ശേഷിയുടെ അടുത്തെത്താനുള്ള ദൂരം ഈ കഴിഞ്ഞ യുദ്ധത്തിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഒരു 2 വർഷം പുറകോട്ട് പോയെങ്കിൽ ഏതാനും മാസങ്ങളെ പുറകോട്ട് പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇറാൻ ഇപ്പോഴും ഇത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇറാൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. ഒന്ന്, NPT-യിൽ അംഗമാണ്, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ അംഗമാണ്, ഇതുണ്ടാക്കില്ല എന്നുള്ളത്. 2, ഈ അണുബോംബ് ഉണ്ടാക്കുന്നതിന് അവിടെ ഒരു ഫത്വ ഉണ്ടായിരുന്നു. അത് ആയത്തുള്ള ഖമേനിയുടെയാണ്. ആയത്തുള്ള ഖമേനി മരിച്ചതോടുകൂടി ആ ഫത്വ ഇല്ലാതായി. അപ്പോൾ ഇനി എന്താ? ഇനി ആദ്യത്തെയാണ്, ഏറ്റവും ആദ്യത്തെ ഖമേനി അല്ല, ഖമേനിയുടെ ഉത്തരവാണ്. അപ്പോൾ അതില്ലാതായി. അത് ഇത്തവണ അത് പാലിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ തൊട്ടുമുമ്പത്തെ സുപ്രീം ലീഡറെ അവർ കൊന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ അണുവായുധമുള്ളതാണോ അണുവായുധം ഇല്ലാത്തതാണോ നല്ലത് എന്നുള്ളതിന്, അണുവായുധമുള്ളതാണ് നല്ലത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി ഈ യുദ്ധം. അപ്പോൾ നിർബന്ധമായും അവിടെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അണുവായുധം ഉണ്ടാക്കരുത് എന്ന് പറയാൻ ഒരു മോറൽ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും നിർബന്ധമായും നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും അണുവായുധം നിർമ്മിക്കുക എന്നതിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ. അപ്പം 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇസ്രായേലിന് ഇറാൻ തുടർന്നും ഒരു വലിയ ത്രെട്ടായി മാറുകയാണ്. അതുപോലെ തന്നെ ഇറാൻ ഫണ്ട് ചെയ്തിരുന്ന മുഴുവൻ
മിലിഷ്യകളും അവരിപ്പോഴും ഒരു യുദ്ധത്തിനോട് തയ്യാറെന്ന മട്ടിൽ നിൽക്കുകയാണ്. മൂന്നാമത്തേത് അണുവായുധം നിർമ്മിക്കില്ല എന്ന ഇറാൻ്റെ NPT നിന്ന് ഇറാൻ പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അണുവായുധമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇൻ്റർനാഷണലിയും നാഷണലിയും അക്സെപ്റ്റഡായി. ഏതെങ്കിലും ഒരു രാജ്യം ഇനിപ്പോയി ഇറാനോട് ഞങ്ങൾ ചർച്ചയ്ക്ക് നിൽക്കാം, നിങ്ങൾ അണുവായുധം ഉണ്ടാക്കരുതെന്ന് പറയാനുള്ള ധാർമ്മിക കപ്പാസിറ്റി ഉണ്ടോ? അതുമില്ല. അപ്പോൾ അമേരിക്ക 2-3 ആഴ്ചയ്ക്ക് കുറച്ചുകൂടെ ശക്തമായ ബോംബിങ്ങിന് ശേഷം പിന്നോട്ട് പോകുമ്പോൾ പഴയതിനേക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, പഴയതിനേക്കാൾ വളരെ ലോകത്തെ മുഴുവൻ സംശയത്തോടെ കാണുന്ന, ലോകത്തെ ഏത് നില വെച്ച് നോക്കിയാലും പ്രതികാരം ഒരുപാട് ചെയ്യാൻ ബാക്കിയുള്ള, അതിന് ലോകത്തെല്ലായിടത്തും ലെജിറ്റിമൈസേഷൻ കിട്ടുന്ന ഒരു 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 വൂണ്ടഡ് ആയിട്ടുള്ള രാഷ്ട്രത്തെയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയുമാണ്. ഇതാണ് സിറ്റുവേഷൻ. പഴയതിനേക്കാൾ ഹോർമൂസ് കടലുകൾക്ക് അടഞ്ഞു കിടക്കുകയുമാണ്. പഴയതിനേക്കാൾ അതിഗുരുതരമായൊരു സ്ഥിതി. അതിൻ്റെ ഉത്തരവാദിത്വമല്ല, അതിൻ്റെ മുഴുവൻ ഭാരവും ലോകരാഷ്ട്രങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും വെച്ച് കൊടുത്തിട്ട് ഞാൻ പോവുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്.